നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ കാരണം ശ്രീ വിഷമിക്കരുത്. ആന്റി വലിയ മനസ്സ് കാട്ടണം. ഹരീഷിനെ കൊണ്ട് ശ്രീയുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. പ്ലീസ്. തൃപ്തിയായോ നിനക്ക്? കൊട്ടാരം പോലുള്ളൊരു വീട്ടില് സർവ്വ സുഖങ്ങൾക്കുമിടയിൽ ജീവിച്ചൊരു പെൺകുട്ടിയായി ഇവള്. അവളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടവരുടെയൊക്കെ കാൽവീഴ്ച യാചിക്കുന്നു. കണ്ടു നിൽക്കുന്നവർ നാളെ ഇത് തെരുവിലും കടത്തണിയിലും ചർച്ചയാക്കുമ്പോ നഷ്ടാവാൻ പോകുന്നത് എന്റെ ഇമേജാ. തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി എന്റെ മാനം നഷ്ടമാക്കിയ ഇവളെ കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്കിപ്പോ വെറുപ്പാ. പക്ഷേ ഇവൾ അപമാനിക്കപ്പെടുമ്പോ നിങ്ങളൊക്കെ കാരണം സമൂഹത്തിൽ തരം താഴ്ത്തപ്പെടുമ്പോ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സൽപ്പേരാ. പ്രതാപവർമ്മ ഭൂമിയോളം ക്ഷമിക്കും. ക്ഷമ നശിച്ച കർമ്മബലം അത് അനുഭവിച്ചേ മതിയാകും. ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഇന്ന് ക്ഷേത്രത്തിൽ അരങ്ങേറിയതുപോലുള്ള കൂത്തുകള് മേലിൽ ആവർത്തിക്കാൻ പാടില്ലെന്ന് പറയാനാ. രാജുവിന്റെ അച്ഛനും അമ്മയും പോലും ഉണ്ട ചോറിന് നന്ദി കാണിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അന്നം തന്ന ആളുടെ മകളുമായി മകൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇങ്ങനെ പലപ്പോഴായി ആഘോഷമാക്കി പപ്പാളെ കാണിക്കാൻ പൊതുസ്ഥലത്തേക്ക് ഇറക്കില്ലായിരുന്നു. സാറേ അത് ഞാൻ വിശദീകരണം ആവശ്യപ്പെട്ടോ? സന്തോഷമുണ്ട്. തന്നിഷ്ടത്തിന് കാമുകനോടൊപ്പം വീട് വിട്ടിറങ്ങിയ ഋതികയുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.